ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഡിസംബർ മാസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ്. ഏകദേശം 30ഓളം റിലീസുകളാണ്. കുറേ സർപ്രൈസുകൾ ഉണ്ടായിരുന്നു ഈ ഒരാഴ്ച എന്നുള്ളത്. ഏകദേശം 30ഓളം റിലീസുകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ രജനീകാന്ത്, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഗസ്റ്റ് റോൾ അഭിനയിച്ച ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷനാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതും HD TV റിപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്മോൾ തിങ്സ് ലൈക്ക് ദീസ് ആണ് സിനിമയുടെ പേര്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഔട്ട് ഓഫ് ഇന്ത്യയിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് മലയാളത്തിലുള്ളൊരു സിനിമയാണ്. ഒരു ഡ്രാമ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പല്ലൊട്ടി 90s കിഡ്സ് എന്ന സിനിമ. പുനർ മാക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഗേൾസ് വിൽ ബി ഗേൾസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു 18+ മൂവി കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് തെലുങ്ക് എന്നുള്ളൊരു സിനിമയാണ്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. സീബ്ര എന്ന് പറഞ്ഞ സിനിമ. ആഹ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഡബ്ഡ് വേർഷൻ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ്. മലയാളം ഡബ്ഡ് മൂവിയാണ്. സീതാരാമപുരം എന്നാണ് സിനിമയുടെ പേര്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു മലയാളം ഡബ്ഡ് മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു മലയാളം മൂവിയാണ്. ഒരു സർട്ടിഫിക്കറ്റ് മൂവിയാണ്. ഒരു 18+ മൂവിയാണ്. സപ്തകാണ്ഡം എന്നാണ് സിനിമയുടെ പേര്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പഞ്ചാബി മൂവിയുടെ ഡബ്ഡ് വേർഷനാണ്. ചേട്ടാ സിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് കേബിൾ 1 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡിയർ സാന്റ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ആപ്പിൾ TV+ എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തായ് മൂവിയാണ്. മനാമൻ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു 18+ ഇംഗ്ലീഷ് മൂവിയാണ്. അനോറ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ഡബ്ഡ് മൂവിയാണ്. സുന്ദരം മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ലീല വിനോദം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. TV വിൻ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബോയ് കിൽസ് വേൾഡ് എന്ന സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ്. മീര ജാസ്മിൻ പ്രധാന വേഷം കൈകാര്യം. ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു പാലും പഴവും എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മലയാളം മൂവിയായിരുന്നു. മുറ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. സർപ്രൈസ് റിലീസായിരുന്നു. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് റിലീസായിരുന്നു നമ്മുടെ സുരാജ് വഞ്ഞാറോട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മദനോത്സവം എന്ന് പറഞ്ഞ സിനിമ. കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ ഒരു സിനിമയും. ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത അഥർവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കാർത്തിക് നരൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു നിറങ്ങം മൂണ്ട് എന്ന സിനിമ. ആഹാ തമിഴ്, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ, ഈ ഒരു ത്രില്ലർ മൂവി സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത്, ആഹാ തമിഴ് ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ ത്രില്ലർ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ക്രിസ്മസ് ഇൻ ലഗോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ഹിന്ദി സീരീസാണ്. ക്യൂബിക്കിൾസ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. 4ാമത്തെ സീസണാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് സോണി ലിവിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിലുള്ള സീരീസാണ്. ഫെറി 2 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പൊട്ടൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പോർട്ടൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. The 688 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ട് 2000 കോടി കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ
ലോ ക്വാളിറ്റി പ്രിൻ്റ് ലീക്കാക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ എന്തൂസ് എന്ന OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒറിജിനൽ OTT പിന്നെ പ്ലാറ്റ്ഫോം എന്നുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ജനുവരി ലാസ്റ്റ് അവസാന വീക്ക് മാത്രമേ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ളതാണ്. അതായത് തിയേറ്റർ റിലീസ് ചെയ്ത 56 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുള്ളൂ. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് എന്ന സിനിമ. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. തെൽമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്, മാർവലിൻ്റെ സീരീസാണ്. അനിമേഷൻ, ആക്ഷൻ, അഡ്വഞ്ചർ, സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. വാട്ട് ഇഫ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 3ാമത്തെ സീസണാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സോംബി മൂവിയാണ്, മലയാളം മൂവി, ലോ ബഡ്ജറ്റ് മൂവിയാണ്. എക്സ്പെരിമെൻറ്റ് 5 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആക്ഷൻ, അഡ്വഞ്ചർ, സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മാർവലിൻ്റെ മൂവിയാണ് ക്രാവ് ആൻഡ് ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും ഇപ്പോൾ മുതൽ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച, അതായത് ഡിസംബർ മാസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. 30ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെ, നിങ്ങൾ കണ്ട സിനിമകൾ ഏതൊക്കെ, നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും